10/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ശ്രീമത്ത് അനുസരിച്ച് സർവർക്കും സുഖം നൽകണം. നിങ്ങൾക്ക് ശ്രേഷ്ഠ മതം ലഭിക്കുന്നത് ശ്രേഷ്ഠമായി മറ്റുള്ളവരെയും ആക്കുന്നതിനു വേണ്ടിയാണ്. ചോദ്യം: ദയാഹൃദയരായ കുട്ടികളുടെ മനസ്സിൽ ഏതൊരു അലകളാണ് വരുന്നത്? അവർ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: ആരാണോ ദയാഹൃദയരായ കുട്ടികൾ, അവർക്ക് ഈ ആഗ്രഹം ഉണ്ടാകുന്നു, നമ്മൾ ഗ്രാമങ്ങളിൽ പോയി സേവനം ചെയ്യട്ടെ. ഇക്കാലത്ത് പാവങ്ങൾ വളരെ ദുഃഖിതരാണ്. അവരെ പോയി ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കട്ടെ. വിശ്വത്തിൽ പവിത്രത, സുഖം, ശാന്തി എന്നിവയുടെ ദേവീ സ്വരാജ്യം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. തീർച്ചയായും ആ സമയത്ത് ബാബയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ബാബ വന്നിരിക്കുകയാണ്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈശ്വരീയ സന്താനമാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കുന്നു. തീർച്ചയായും സ്വയം ആത്മാവാണ് എന്ന് തന്നെ മനസ്സിലാക്കും. ശരീരം ഉള്ളതിനാലാണ് ആത്മാവ് അതിലൂടെ കേൾക്കുന്നത്. ബാബ ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്, അപ്പോഴാണ് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഈശ്വരീയ സന്താനം അഥവാ സമ്പ്രദായമാണ്. പിന്നീട് നമ്മൾ ദേവീ സമ്പ്രദായമാകും. സ്വർഗത്തിൻ്റെ അധികാരിയായിരിക്കുന്നത് ദേവതമാരാണ്. നമ്മൾ വീണ്ടും 5000 വർഷം മുമ്പത്തേതുപോലെ ദേവത സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ദേവതയായി മാറും. ഈ സമയത്ത് മുഴുവൻ ലോകത്തിലും, പ്രത്യേകിച്ചും ഭാരതത്തിലും പൊതുവായി ലോകത്തിലുമുള്ള എല്ലാ മനുഷ്യരും പരസ്പരം ദുഃഖമാണ് കൊടുക്കുന്നത്. സുഖധാമവും ഉണ്ടായിരിക്കുന്നു എന്നതുപോലും അവർക്ക് അറിയില്ല. പരംപിത പരമാത്മാവ് തന്നെ വന്ന് സർവരെയും സുഖമുള്ളവരും ശാന്തം ആക്കി മാറ്റുന്നു. ഇവിടെയാകട്ടെ ഓരോ വീട്ടിലും അന്യോന്യം ദുഃഖമാണ് നൽകുന്നത്. മുഴുവൻ വിശ്വത്തിലും ദുഃഖം തന്നെ ദുഃഖമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ 21 ജന്മത്തേക്ക് വേണ്ടി സദാ സുഖിയാക്കുന്നു. എപ്പോൾ മുതൽ ദുഃഖം ആരംഭിച്ചു, പിന്നെ എപ്പോൾ അവസാനിക്കുന്നു, ഇത് മറ്റാരുടെ ബുദ്ധിയിലും ചിന്തനം പോലും നടക്കുകയില്ല. നിങ്ങളുടെ മാത്രം ബുദ്ധിയിലാണുള്ളത്. നമ്മൾ തീർച്ചയായും ഈശ്വരീയ സമ്പ്രദായത്തിലേതായിരുന്നു. അല്ലെങ്കിൽ തന്നെ മുഴുവൻ ലോകത്തിലെ മനുഷ്യരും ഈശ്വരീയ സമ്പ്രദായമാണ്. ഓരോരുത്തരും ആ ഒന്നിനെ ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പോൾ കുട്ടികൾക്കറിയാം, ശിവബാബ നമുക്ക് ശ്രീമത്ത് നൽകുന്നു. ശ്രീമത്ത് പ്രസിദ്ധമാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ ഉയർന്നതിലും ഉയർന്ന മതമാണ്. ആ ഒന്നിൻ്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ശിവബാബയുടെ ശ്രീമത്ത് നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു? സ്വർഗത്തിൻ്റെ അധികാരി. മറ്റേതെല്ലാം മനുഷ്യരുണ്ടോ അവരാകട്ടെ നരകത്തിൻ്റെ അധികാരിയാണാകുന്നത്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഈ നിശ്ചയമുണ്ടല്ലോ, നിശ്ചയബുദ്ധികൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ബാബ നമ്മെ വീണ്ടും സുഖധാമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ തന്നെ 100% പവിത്ര ഗൃഹസ്ഥ മാർഗത്തിലായിരുന്നവരാണ്. ഈ സ്മൃതി വന്നു കഴിഞ്ഞു. 84 ജന്മങ്ങളുടെയും കണക്കുണ്ടല്ലോ. ആരെല്ലാം എത്ര ജന്മങ്ങൾ എടുക്കുന്നു, ഏത് ധർമ്മങ്ങൾ പിന്നീട് വരുന്നു, അവരുടെ ജന്മങ്ങളും കുറവായിരിക്കും. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഈ നിശ്ചയം വെക്കണം, നമ്മൾ ഈശ്വരീയ സന്താനമാണ്. നമുക്ക് ശ്രേഷ്ഠ മതം ലഭിക്കുന്നു, സർവരെയും ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനു വേണ്ടി. നമ്മുടെ അതേ ബാബ നമ്മെ രാജയോഗം പഠിപ്പിക്കുന്നു. വേദശാസ്ത്രങ്ങൾ തുടങ്ങിയവ എല്ലാം ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിനുള്ള മാർഗങ്ങളാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. ഭഗവാൻ പറയുന്നു, ഇവയിലൂടെ
ആരും തന്നെ ഞാനുമായി കണ്ടുമുട്ടുന്നില്ല. ഞാൻ തന്നെയാണ് വരുന്നത്. അതിനാലാണ് എൻ്റെ ജയന്തിയും ആഘോഷിക്കുന്നത്. പക്ഷേ എപ്പോൾ ആരുടെ ശരീരത്തിൽ വരുന്നു, ഇത് ബ്രാഹ്മണരായ നിങ്ങളല്ലാതെ ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം നൽകണം. ലോകത്തിലുള്ള എല്ലാവരും അന്യോന്യം ദുഃഖം നൽകുന്നു. വികാരത്തിൽ പോകുന്നത് ദുഃഖം നൽകലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് മഹാദുഃഖമാണ്. പവിത്രമായ കുമാരിയെ അപവിത്രമാക്കി മാറ്റുന്നു. നരകവാസി ആകുന്നതിന് വേണ്ടി എത്ര സെറിമണി നടത്തുന്നു. ഇവിടെയാകട്ടെ അങ്ങനെയുള്ള യാതൊരു കോലാഹലങ്ങളുടെ കാര്യവുമില്ല. നിങ്ങൾ വളരെ ശാന്തമായിരിക്കുന്നു. എല്ലാവരും സന്തോഷിക്കുന്നു. മുഴുവൻ വിശ്വത്തെയും സദാ സുഖമുള്ളവരാക്കി മാറ്റുന്നു. നിങ്ങളുടെ മാന്യത ശിവശക്തികളുടെ രൂപത്തിലാണ്. നിങ്ങളുടെ മുന്നിൽ ലക്ഷ്മി നാരായണനും യാതൊരു മാന്യതയുമില്ല. ശിവശക്തികളുടെ പേരാണ് പ്രശസ്തം. കാരണം എങ്ങനെയാണോ ബാബ സർവീസ് ചെയ്തത്, എല്ലാവരെയും പവിത്രമാക്കി സദാ സുഖിയായി മാറ്റിയത്, അതുപോലെ നിങ്ങളും ബാബയുടെ സഹായി ആയിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ ശക്തികൾ ഭാരത മാതാക്കൾക്കാണ് മഹിമയുള്ളത്. ഈ ലക്ഷ്മി നാരായണനും രാജാ റാണിയും പ്രജയും എല്ലാം സ്വർഗവാസികളാണ്. അത് വലിയ കാര്യമാണോ? ഏതുപോലെ അവർ സ്വർഗവാസികളാണോ, അതേപോലെ ഇവിടെയുള്ള രാജാ റാണി എല്ലാം നരകവാസികളാണ്. ഇങ്ങനെയുള്ള നരകവാസികളെ നിങ്ങൾ സ്വർഗവാസിയാക്കി മാറ്റുന്നു. മനുഷ്യരാകട്ടെ യാതൊന്നും അറിയുന്നില്ല. തികച്ചും തുച്ഛബുദ്ധിയാണ്. എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര യുദ്ധങ്ങളും മറ്റുമാണ്. ഓരോ കാര്യത്തിലും ദുഃഖം തന്നെ ദുഃഖമാണ്. സത്യയുഗത്തിൽ ഓരോ അവസ്ഥയിലും സുഖം തന്നെ സുഖമാണ്. ഇപ്പോൾ സർവർക്കും സുഖം നൽകുന്നതിന് വേണ്ടിയാണ് ബാബ ശ്രേഷ്ഠ മതം നൽകുന്നത്. മഹിമ ചെയ്യുന്നതും ശ്രീമദ് ഭഗവാൻ ഉവാച എന്നാണ്. ശ്രീമദ് മനുഷ്യ ഉവാച എന്നല്ല. സത്യയുഗത്തിൽ ദേവതമാർക്ക് മതം നൽകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ശ്രീമതം ലഭിക്കുന്നു. ബാബയോടൊപ്പം തന്നെ നിങ്ങളും ശിവശക്തികളായി മഹിമ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ വീണ്ടും ആ പാർട്ട് പ്രാക്ടിക്കലായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് മനസ്സ വാച കർമ്മണ സർവർക്കും സുഖം നൽകണം. സർവർക്കും സുഖധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ജോലി തന്നെ ഇതായി. ശരീരനിർവാഹാർത്ഥം പുരുഷന്മാർക്ക് തൊഴിലും ചെയ്യേണ്ടി വരുന്നു. വൈകുന്നേരം ദേവതമാർ ചുറ്റി സഞ്ചരിക്കുവാനായി പുറപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ദേവതമാർ എവിടെ നിന്നും വരും? എന്നാൽ ഈ സമയത്തെ ശുദ്ധം എന്ന് പറയുന്നു. ഈ സമയത്ത് എല്ലാവർക്കും ഒഴിവും ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓർമ്മിക്കണം, ഏതെങ്കിലും ദേഹധാരിയുടെ ദാസ്യം ചെയ്യരുത്. ദ്രൗപദിയുടെ പാദം അമർത്തിയതായി ബാബയുടെ മഹിമയുണ്ട്. ഇതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. സ്ഥൂലമായി പാദം അമർത്തുന്ന കാര്യമില്ല. ബാബയുടെ അടുക്കൽ വൃദ്ധരും മറ്റും വളരെയധികം വരുന്നു. ഭക്തി ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചു പോയി എന്നും അറിയുന്നുണ്ട്. പകുതി കൽപ്പം വളരെയധികം തിക്കും തിരക്കും കൊണ്ടുവല്ലോ. ഈ പാദം അമർത്തുന്നു എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ എങ്ങനെ പാദം അമർത്തുവാനാണ് ശോഭനീയമാകുമോ? നിങ്ങൾ പാദം അമർത്തുവാൻ ശ്രീകൃഷ്ണനെ അനുവദിക്കുമോ? ശ്രീകൃഷ്ണനെ കാണുമ്പോൾ തന്നെ കൃഷ്ണനിൽ പറ്റിച്ചേരും. കൃഷ്ണനിൽ വളരെയധികം തിളക്കമുണ്ടായിരിക്കും. ശ്രീകൃഷ്ണനല്ലാതെ മറ്റൊരു കാര്യവും ബുദ്ധിയിൽ ഇരിക്കുന്നതുമില്ല. ആ ഒന്ന് ഏറ്റവും തേജോമയമാണ്. കുട്ടിയായ ശ്രീകൃഷ്ണൻ പിന്നെ മുരളി ഉച്ചരിച്ചു എന്ന കാര്യമേ ബോധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ശിവ് ബാബയുമായി എങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തുക? ശിവ് ബാബയെ ഓർമ്മിച്ച് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരൂ എന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറയേണ്ടി വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കണം. നമ്മെ ശിവ് ബാബ 21 ജന്മത്തേക്ക് സുഖമുള്ളവരാക്കി മാറ്റുന്നു.
ഇങ്ങനെയുള്ള ബാബയിൽ ബലിയർപ്പണമാകണം. ഏതെങ്കിലും സൽപുത്രൻ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ പിതാവ് ബലിയർപ്പണമാകുന്നു. പിതാവിൻ്റെ ഓരോ കാമനയും പൂർത്തീകരിക്കുന്നു. അച്ഛനെ കൊന്നുകളയുന്ന ചില കുട്ടികളുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മോസ്റ്റ് ബിലവഡാകണം. ആരെയും ദുഃഖിപ്പിക്കാൻ പാടില്ല. ആരാണോ ദയാഹൃദയരായ കുട്ടികൾ, അവർക്ക് നമ്മൾ ഗ്രാമങ്ങളിൽ പോയി സേവനം ചെയ്യട്ടെ എന്ന് താല്പര്യമുണ്ടാകും. ഇക്കാലത്ത് പാവങ്ങൾ വളരെ ദുഃഖിതരാണ്. അവർക്ക് പോയി സന്തോഷ വാർത്ത കേൾപ്പിക്കും. വിശ്വത്തിൽ പവിത്രതയും സുഖവും ശാന്തിയുമുള്ള ദേവതാ സ്വരാജ്യം സ്ഥാപനമായി കൊണ്ടിരിക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. തീർച്ചയായും ആ സമയത്ത് ബാബയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ബാബ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ പുരുഷോത്തമൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് പുരുഷോത്തമനാകുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. പറയൂ, മനുഷ്യനിൽ നിന്നും ദേവതയാകണം. ദേവതമാർ പ്രസിദ്ധമാണ്. ബാബ പറയുന്നു, ആരാണോ ദേവതമാരുടെ ഭക്തരായവർ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭക്തിയും ആദ്യം നിങ്ങൾ ആരംഭിച്ചത് ശിവൻ്റേതാണ്, പിന്നീട് ദേവതമാരുടേത്. അതിനാൽ ഏറ്റവും ആദ്യം ശിവ് ബാബയുടെ ഭക്തർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. പറയൂ, ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ശിവന്റെ പൂജ ചെയ്യുന്നു, പക്ഷേ അത് പതീത പാവനായ ബാബയാണ് എന്നത് ബുദ്ധിയിൽ വരുന്നില്ല. ഭക്തി മാർഗത്തിൽ നോക്കൂ, എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ശിവലിംഗമാകട്ടെ വീട്ടിലും വയ്ക്കാം, അതിനെ പൂജിക്കുകയും ചെയ്യാം. പിന്നെ അമർനാഥിലും ബദ്രീനാഥിലും മറ്റും പോകേണ്ട എന്താവശ്യമാണ്? എന്നാൽ ഭക്തി മാർഗത്തിൽ മനുഷ്യർക്ക് തീർച്ചയായും തിക്കും തിരക്കും കൊള്ളേണ്ടതുണ്ട്. നിങ്ങളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നു. നിങ്ങൾ ശിവശക്തിയാണ്, ശിവന്റെ കുട്ടികളാണ്. നിങ്ങൾ ബാബയിൽ നിന്നും ശക്തി എടുക്കുന്നു. അതും ഓർമ്മയിലൂടെയാണ് ലഭിക്കുന്നത്. വികർമ്മം വിനാശമാകും. പതീത പാവനൻ ബാബയാണല്ലോ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ വികർമാജീത്തും പാവനവും ആകുന്നത്. സർവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ രാമൻ്റേതായിരിക്കുന്നു. രാമരാജ്യത്തിൽ സുഖമാണ്, രാവണ രാജ്യത്തിൽ ദുഃഖമാണ്. ഭാരതത്തിലാണ് സർവരുടെയും ചിത്രമുള്ളത്. അവരുടെ ഇത്രയും പൂജയുണ്ടാകുന്നു. അനേകം ക്ഷേത്രമുണ്ട്. ചിലർ ഹനുമാന്റെ പൂജാരി, ചിലർ മറ്റാരുടെയെങ്കിലും. ഇതിനെ അന്ധവിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, നമ്മളും അന്ധന്മാരായിരുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ഇദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. ആരാണോ പൂജ്യരായിരുന്നത് അവർ തന്നെ പിന്നീട് പൂജാരിയായി. സത്യയുഗത്തിലാണ് പൂജ്യർ, ഇവിടെ പൂജാരിയാണ്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കറിയാം, പൂജ്യരുണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്, ഇവിടെ പൂജാരിയാണ്. അപ്പോൾ പൂജയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശിവശക്തികളാണ്. ഇപ്പോൾ നിങ്ങൾ പൂജാരിയുമല്ല, പൂജ്യരുമല്ല. ബാബയെ മറന്നു പോകരുത്. ഇത് സാധാരണ ശരീരമാണല്ലോ. ഇതിൽ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ വരുന്നു. നിങ്ങൾ ബാബയ്ക്ക് തൻ്റെ അടുക്കിലേക്ക് ക്ഷണം നൽകുന്നുവല്ലോ. ബാബ വരൂ. നമ്മൾ വളരെയധികം പതീതമായിരിക്കുകയാണ്. പഴയ പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ. കുട്ടികൾ ക്ഷണം നൽകുന്നു. ഇവിടെയാകട്ടെ ആരും തന്നെ പാവനമല്ല. തീർച്ചയായും എല്ലാ പതീതരെയും പാവനമാക്കി കൊണ്ടുപോകുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ശരീരം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എത്ര വിലപിച്ച് കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ സന്തോഷത്തോടെ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് റേസ് ചെയ്യുന്നു. ആരാണ് ശിവബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നത് എന്ന് നോക്കട്ടെ. ശിവബാബയുടെ ഓർമ്മയിൽ ഇരുന്നിരുന്ന് തന്നെ ശരീരം ഉപേക്ഷിച്ചുവെങ്കിൽ അഹോ സൗഭാഗ്യം. തോണി അക്കരെ എത്തി. എല്ലാവരോടും ബാബ പറയുന്നു, ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യൂ. ഇങ്ങനെയുള്ള ചില സന്യാസിമാരും ഉണ്ട്. ബ്രഹ്മത്തിൽ ലയിക്കുന്നതിന് വേണ്ടി അഭ്യസിക്കുന്നു. പിന്നെ അന്തിമത്തിൽ അങ്ങനെ ഇരുന്നിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നു. നിശബ്ദത ഉണ്ടാകുന്നു.
സുഖത്തിൻ്റെ ദിനങ്ങൾ വീണ്ടും വരും. ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബ, നമ്മൾ അങ്ങയുടെ അരികിലേക്ക് വരട്ടെ. അങ്ങയെ തന്നെ ഓർമ്മിച്ച് എപ്പോൾ നമ്മുടെ ആത്മാവ് പവിത്രമാകുന്നുവോ അപ്പോൾ താങ്കൾ നമ്മളെ കൂടെ കൊണ്ടുപോകും. മുൻപ് കാശി കൽവട്ടിൽ ചാടുമായിരുന്നപ്പോൾ വളരെ സ്നേഹത്തോടെ ചാടുമായിരുന്നു. നമ്മൾ മുക്തമാകും എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് ശാന്തിധാമത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ ഈ ഓർമ്മയുടെ ബലത്തിലൂടെ പാപം മുറിയുന്നു. അവർ മനസ്സിലാക്കുന്നു നമ്മുടെ പാപം ജലത്തിലൂടെ ഇല്ലാതാകും, മുക്തി ലഭിക്കും എന്ന്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അത് യോഗബലമല്ല. പാപങ്ങളുടെ ശിക്ഷ അനുഭവിച്ച് പിന്നെ പോയി ജന്മമെടുക്കുന്നു. പുതിയതായി വീണ്ടും പാപങ്ങളുടെ കണക്ക് ആരംഭിക്കുന്നു. കർമ്മം, അകർമ്മം, വികർമ്മം, ഇതിൻ്റെ ഗതി ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാമരാജ്യത്തിൽ കർമ്മം അകർമ്മമാണ്. രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു. അവിടെ ഏതെങ്കിലും വികാരമോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. മധുരമധുരമായ പുഷ്പങ്ങളായ കുട്ടികൾ അറിയുന്നു, ബാബ നമുക്ക് എല്ലാ യുക്തികളും എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. മുഖ്യമായ കാര്യം ഇതാണ്, ബാബയെ ഓർമ്മിക്കൂ. പതീത പാവനായ ബാബ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. എത്ര വിനയമാണ്! യാതൊരു അഹങ്കാരവുമില്ല. തികച്ചും സാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദ രണ്ടുപേരും കുട്ടികളുടെ സെർവൻ്റാണ്. നിങ്ങൾക്ക് 2 സെർവൻ്റ് ഉണ്ട്. ഉയർന്നതിലും ഉയർന്ന ശിവബാബയും പിന്നെ പ്രജാപിത ബ്രഹ്മാവും. അവർ ത്രിമൂർത്തി ബ്രഹ്മാവ് എന്ന് പറയുന്നു. അർത്ഥം അറിയുന്നില്ല. ത്രിമൂർത്തി ബ്രഹ്മാവ് എന്താണ് ചെയ്യുന്നത് ഒന്നും തന്നെ അറിയില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മൾ ഈശ്വരീയ സന്താനമാണ്. നമുക്ക് ശ്രേഷ്ഠ മതമനുസരിച്ച് നടക്കണം. ആർക്കും തന്നെ ദുഃഖം കൊടുക്കരുത്. സർവർക്കും സുഖത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. സൽപുത്രരായി ബാബയിൽ ബലിയർപ്പണമാകണം. ബാബയുടെ ഓരോ കാമനയും പൂർത്തീകരിക്കണം. ഇതുപോലെ ബാബ് ദാദ വിനയമുള്ളവനും നിരഹങ്കാരിയുമാണ്. അതുപോലെ ബാബയ്ക്ക് സമാനമാകണം. വരദാനം: സ്വ ഉന്നതിയിലൂടെ സേവനത്തിൽ ഉന്നതി ഉണ്ടാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സ്വ ഉന്നതി സേവനത്തിൻ്റെ ഉന്നതിയുടെ വിശേഷ ആധാരമാണ്. സ്വ ഉന്നതി കുറവാണെങ്കിൽ സേവനവും കുറവാണ്. കേവലം ആർക്കെങ്കിലും വായ്കൊണ്ട് പരിചയം നൽകുന്നത് മാത്രമല്ല സേവനം. എന്നാൽ ഓരോ കർമ്മത്തിലൂടെയും ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ പ്രേരണ നൽകുക, ഇതും സേവനമാണ്. ആരാണോ മനസാ വാചാ കർമ്മണ സദാ സേവനത്തിൽ തൽപരരായിരിക്കുന്നത് അവർക്ക് സേവനത്തിലൂടെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. എത്രത്തോളം സേവനം ചെയ്യുന്നുവോ അത്രയും സ്വയവും മുന്നോട്ട് പോകുന്നു. തൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സേവനം ചെയ്യുന്നവർ സദാ പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്ലോഗൻ: സമീപം വരുന്നതിനായി ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും സമാനമാക്കൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ഏകാഗ്രതയുടെ ആധാരം അന്തർമുഖതയാണ്. അന്തർമുഖതയിൽ ഇരിക്കുന്നതിലൂടെ സൂക്ഷ്മ ശക്തിയുടെ ലീലകൾ അനുഭവപ്പെടും. ആത്മീയ സ്ഥിതിയിലിരുന്ന് ആത്മാക്കളെ ആഹ്വാനം ചെയ്യുന്നത്, ആത്മാക്കളുമായി ആത്മീയ സംഭാഷണം ചെയ്യുന്നത്, ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തുന്നത്, ബാബയുമായി ആത്മാക്കളുടെ കണക്ഷൻ യോജിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ആത്മീയ ലീലയുടെ അനുഭവം ഉണ്ടാകും. ഓം ശാന്തി. വരുന്നു
പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിവാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.